ഒരു ദിവസം എത്ര പ്രാവശ്യം മുത്തം കൊടുക്കുന്നുണ്ട്? ചിന്തിക്കും. ഇന്ന് നേരം ഇവിടെ തെരുന്നേറ്റോട്ട് വന്നപ്പോ ഭർത്താവിനെ നോക്കി പുഞ്ചിരിച്ചിട്ടാണോ വന്നത്? ചിന്തിക്കും. പരസ്പരം ഭർത്താവിനെ നോക്കി ചിരിച്ചിട്ട് എത്ര നാളായി? ഇവിടെ വന്നിരുന്ന തിരിച്ചറിയ ആരെയും വേദനിപ്പിക്കരുത്. ജിജിമാരായും ഭർത്താവ് മാരിയോ ജോസഫും തമ്മിലെ കുടുംബ തർക്കം പറഞ്ഞു തീർക്കുന്നതിനിടെയാണ് അടിപിടി ഉണ്ടായതെന്നാണ് പുറത്തുവരുന്ന. മുമ്പില് ഒരു വഴക്കും ഒരു ഇഷ്യൂ ഇല്ലാത്തൊരു മാരേജാണ് ഞങ്ങളുടെ എന്ന് പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ ഇന്റേണലൈസ് ട്രോമ കൊണ്ട് മാത്രമാണ്. റീസെന്റ് ആയിട്ട് ഇൻസ്റ്റഗ്രാമിൽ മുഴുവൻ പ്രശസ്തരായിരിക്കുന്ന മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് പറയുന്നത് പോലെ ഒരാൾക്ക് വിധേയമായിട്ടല്ല ജീവിക്കേണ്ടത്. നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ആശയങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. പലപ്പോഴും ഇതിൽ തെറ്റ് വരും, പലപ്പോഴും ഇതിൽ കോംപ്രമൈസ് ആവശ്യം വരും. സൈക്കോളജിസ്റ്റുകൾ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ, മോട്ടിവേഷണൽ സ്പീക്കേഴ്സിന്റെ കാര്യം എനിക്കറിയില്ല, റിലേഷൻഷിപ്പ് കോച്ചുകളുടെ കാര്യം എനിക്കറിയില്ല. RCA രജിസ്റ്റേർഡ് ആയിട്ടുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ബിഹേവിയറൽ കോൺട്രാക്ട്സ് ഇംപ്ലിമെന്റ് ചെയ്യാന്നാണ്. ബിഹേവിയറൽ കോൺട്രാക്ട്സ് എന്ന് പറയുന്നത് ഈ റിലേഷൻഷിപ്പിൽ എനിക്ക് വേണ്ട കാര്യങ്ങൾ ഇന്നത്, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഇന്നത്, എന്നിട്ട് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അത് മോണിറ്റർ ചെയ്യുന്നതായിരിക്കും, അതിലെ പ്രോഗ്രസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. മാരേജ് ഇതൊക്കെ 1-2 മോട്ടിവേഷണൽ ക്ലാസ്സുകളിൽ ഫിക്സ് ചെയ്ത് വിധേയരായിട്ട് ജീവിക്കൂ, അടക്ക ഒതുക്കത്തോടുകൂടി ജീവിക്കൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്യാനാണെങ്കിൽ ഇതൊക്കെ വളരെ ഈസിയാണ്. പലപ്പോഴും പല കപ്പിളിന്റെ ഇടയിൽ ഒരാൾക്ക് ബൈപോളാർ ഉണ്ടാവാം, ഒരാൾക്ക് സ്കിസോഫ്രീനിയ ഉണ്ടാവും, ഒരാൾക്ക് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാവാം, ഒരാൾക്ക് ബോർഡർ ലൈൻ ട്രേറ്റ്സ് ഉണ്ടാവും, ഒരാൾക്ക് ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടാവും. അങ്ങനെ ഹ്യൂമൻ റിലേഷൻഷിപ്സ് ആൻഡ് ഹ്യൂമൻ ഡയഗ്നോസിസ്, മെന്റൽ ഹെൽത്ത് ഡയഗ്നോസിസ് ആർ എക്സ്ട്രീംലി കോംപ്ലിക്കേറ്റഡ് ആൻഡ് സിറ്റുവേഷണൽ ആൻഡ് കൾച്ചറൽ. അപ്പോൾ ഇങ്ങനെയുള്ള മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഇമോഷൻസിനെ ഇൻവാലിഡേറ്റ് ചെയ്യുകയും ആൾക്കാർക്ക് എന്താ പറയുക, അവരുടെ ഇമോഷൻസ് പ്രോസസ്സ് ചെയ്യാൻ വിധേയരാവുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഇമോഷനിലെ അൺസ്റ്റെബിലിറ്റി, നമുക്കൊന്ന് എക്സ്പ്രസ് ചെയ്യാനുള്ള റൈറ്റ് പോലും ഉണ്ടാവാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഡിസ്ട്രപ്റ്റഡ് ആവുന്നു. കമ്മ്യൂണിക്കേഷൻ ഡിസ്ട്രപ്റ്റഡ് ആവുമ്പോഴത്തേക്കും അത് അഗ്രഷനായിട്ട് മാറുന്നു. ായിട്ട് എല്ലാം അനുസരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകണമെന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ആ ദേഷ്യം മുഴുവൻ പുറത്തേക്ക് വരും. അത് തലയിൽ ഇഷ്ടികപ്പെട്ടിയായിട്ട് വരാം, അത് ചില സമയത്ത് കഴുത്തിങ്ങനെ പൊക്കിപ്പിടിച്ച് മുകളിലോട്ട് നിൽക്കുന്ന അവസ്ഥയാവാം. ഇതൊക്കെ ഉള്ള കോഗ്നിറ്റീവ് സ്ട്രാറ്റജീസും ബിഹേവിയറൽ സ്ട്രാറ്റജീസും വെച്ചിട്ട് നമ്മുടെ റിലേഷൻഷിപ്പിനെ മനസ്സിലാക്കാനും അതിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വിധേയരാവാതെ ഒരു അസേർട്ടീവ്നെസ് എന്നുള്ള ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ ബെറ്റർ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ മാരേജ് ബെറ്റർ ആവും. സപ്പോർട്ട് വേണ്ടി വരും, പക്ഷെ ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് എടുക്കുക. മോട്ടിവേഷൻ, ടു മച്ച് മോട്ടിവേഷൻ ഇസ് സംടൈംസ് എക്സ്ട്രീംലി ഡേഞ്ചറസ്. ഡോക്ടർ ഗായത്രി മേനൻ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ഡോക്ടർ ഗായത്രീസ് വെൽനസ്.